ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 6 അടിയന്തരമായി നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് അഭിഭാഷകന്റെ പരാതി. ഒരു മത്സരാർത്ഥി മറ്റൊരു മത്സരാർത്ഥിയെ ഇടിച്ചു പരിക്കേൽപ്പിക്കുന്ന ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചുവെന്നും പരിപാടി സംപ്രേഷണം ചെയ്യുന്നത് എല്ലാ നിയമങ്ങളും ലംഘിച്ചാണെന്നും ഹൈക്കോടതി അഭിഭാഷകനായ ആദർശ് എസ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിന് സമർപ്പിച്ച പരാതിയിൽ പറയുന്നു. പരിപാടിയുടെ അവതാരകനായ മോഹൻലാലിനും ഈ ലംഘനങ്ങളിൽ പങ്കുണ്ടെന്നും പരാതിയിൽ പറയുന്നു. നിയമവിരുദ്ധമായ ഉള്ളടക്കത്തിന് പരിപാടിയുടെ പ്രൊഡ്യൂസർമാരായ എൻഡമോൾ ഷൈൻ ഇന്ത്യക്കും ബാനിജയ്ക്കും എതിരെയും പരിപാടി സംപ്രേഷണം ചെയ്തതിന് ഏഷ്യാനെറ്റിനും മാതൃകാ കമ്പനിയായ ഡിസ്നി ഹോട്ട്സ്റ്റാറിനും എതിരെയും നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് പരാതിയിൽ ആവശ്യപ്പെടുന്നത്. അതിനൊപ്പം ബിഗ് ബോസ് നിർത്തിവെക്കണമെന്നും അഭിഭാഷകൻ ആവശ്യപ്പെട്ടു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. സീസണിലെ 15-ാം ദിവസത്തെ സംഭവങ്ങൾ സംപ്രേഷണം ചെയ്ത 16-ാമത്തെ എപ്പിസോഡാണ് പരാതിക്കിടയാക്കിയത്. മാർച്ച് 25-നാണ് എപ്പിസോഡ് സംപ്രേഷണം ചെയ്തത്. മത്സരാർത്ഥികളായ അസി റോക്കിയും സിജോ ജോണും തമ്മിൽ കായികമായി ഏറ്റുമുട്ടിയതാണ് വിഷയം. അസി റോക്കി സിജോ ജോണിന്റെ താടിയിൽ ഇടിക്കുകയും ഗുരുതര പരിക്കേൽപ്പിക്കുകയും ചെയ്തുവെന്നാണ് ആരോപണം. സിജോക്ക് താടിയെല്ലിന് പൊട്ടലുണ്ടായെന്നും ശസ്ത്രക്രിയ വേണ്ടി വന്നുവെന്നുമാണ് മെഡിക്കൽ റിപ്പോർട്ടുകളിൽ പറയുന്നത്. റോക്കിയുടെ പ്രവൃത്തി IPC സെക്ഷൻ 320, 325 പരിധിയിൽ വരുന്നതാണ്. ഇതുകൂടാതെ കേബിൾ ടെലിവിഷൻ നിയന്ത്രണ നിയമവും സിനിമോട്ടോഗ്രാഫ് നിയമവും ഏഷ്യാനെറ്റ് ചാനൽ ലംഘിച്ചതായി പരാതിയിൽ ആരോപിക്കുന്നു. വിവാദ രംഗത്തിന്റെ വീഡിയോ ഫൂട്ടേജ് ബിഗ് ബോസിന്റെ പ്രൊമോഷന് വേണ്ടി സാമൂഹിക മാധ്യമങ്ങൾ വഴി കാട്ടിയത് IT നിയമത്തിന്റെ ലംഘനമാണെന്നും ആരോപിക്കുന്നു. ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം 2023 ജനുവരിയിൽ പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങളുടെ ലംഘനമാണെന്നും പരാതിയിൽ ആരോപിക്കുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൻസലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്.